സാങ്കേതിക വിദ്യയുടെ വളർച്ചയിൽ ചലച്ചിത്ര നിർമ്മാണ സംവിധാനങ്ങളും മാറുകയാണ്. സിനിമയുടെ ഏറ്റവും സുപ്രധാന ഘടകമായ ക്യാമറയും കാലാനുസൃതമായി പരിണമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പുതിയ കാല ക്യാമറകൾക്ക് വഴിമാറി കൊടുത്തിട്ടും ചലച്ചിത്ര പ്രേമികളുടെ മനസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകാത്ത ചില ക്യാമറകളുണ്ട്. അവയുടെ മിനിയേച്ചർ രൂപങ്ങളുടെ പ്രദർശനം ഒരുക്കിയ സ്റ്റോൾ IFFK വേദിയിലെ കൗതുക കാഴ്ചയാവുകയാണ്. ക്യാമറ കൊണ്ട് എഴുതിയ കവിതയാണ് സിനിമകൾ. ലോകം കണ്ട പ്രതിഭാശാലികളായ സംവിധായകർ ക്യാമറയെ പേന പോലെ ഉപയോഗിച്ചതുകൊണ്ടാണ് കാലാതിവർത്തിയായ ചിത്രങ്ങൾ ഉണ്ടായത്. പ്രതിഭയും സാങ്കേതിക വിദ്യയും ഒരുപോലെ വേണ്ടിവരുന്ന കലയെന്ന നിലയിൽ സിനിമയ്ക്ക് സാങ്കേതിക വിദ്യയുടെ വികാസ പരിണാമങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനാവില്ല. സെല്ലുലോയിഡ് ഡിജിറ്റലിന് വഴിമാറിയപ്പോൾ ക്യാമറകളും ഒരു ചലച്ചിത്ര രംഗം പോലെ കാലത്തിന് പിന്നിലേക്ക് കടന്നുപോയി. അങ്ങനെയുള്ള ക്യാമറകളുടെ വിൻഡാഷ് വാല്യൂ തിരിച്ചറിഞ്ഞ ഒരാളാണ് തിരുവനന്തപുരം നെയ്യാറ്റിൻകര സ്വദേശിയായ മോഹനൻ. കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ 29ാം പതിപ്പിൽ പഴയകാല ക്യാമറകളുടെ ചെറു രൂപമൊരുക്കിയാണ് ചലച്ചിത്ര കാവ്യങ്ങളുടെ പഴയകാല തൂലികകൾക്ക് ആദരവൊരുക്കിയിരിക്കുന്നത്. മിച്ചൽ, ആരിഫ്ലെക്സ്, പാനാവിഷൻ എന്നീ 3 പഴയകാല ക്യാമറകളുടെ മിനിയേച്ചർ രൂപമാണ് ഇവിടെയുള്ളത്. പഴമയെ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ സംരംഭമെന്ന് മോഹനൻ പറയുന്നു. ഇതിപ്പോൾ ഒരു 70, 60, 55 കാലഘട്ടത്തിലൊക്കെ ഇറങ്ങിയ ക്യാമറകളാണ്. ഇനി ഒരു 150 വർഷത്തിന് ഇങ്ങോട്ട് ഇറങ്ങാൻ അത് ഞാനൊന്ന് സെർച്ച് ചെയ്ത് അതിൽ രീതി കുറച്ചുകൂടി ഐറ്റംസ് ചെയ്യണം. പിന്നെ പ്രധാനമായിട്ടും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രകൃതിയിലുള്ള മരങ്ങൾ സൃഷ്ടിച്ച കളറുകൾ, ഓരോ മരത്തിനും ഓരോ കളറാണ്. അതിനെല്ലാം കളക്ട് ചെയ്തിട്ട് ചായങ്ങൾ തേക്കാണ്ട് ഞാൻ കുറച്ച് ചിത്രങ്ങൾ മരക്കഷ്ണം കൊണ്ട് വരച്ച് അതൊരു ഫ്രെയിമാക്കി അതും കൂടി ഡിസ്പ്ലേ ചെയ്യാനുള്ള പ്ലാനാണ് അടുത്ത പ്രാവശ്യം നോക്കുന്നത്. നാല് വർഷം മുൻപ് വരെ ചലച്ചിത്രമേളയ്ക്കായി ട്രോഫികളും മൊമെന്റോകളും നിർമ്മിച്ച് മേളയിലെ സജീവ സാന്നിധ്യമായിരുന്നു മോഹനൻ. ഒരു അപകടത്തിനു ശേഷം മേളയിൽ പങ്കെടുക്കാൻ കഴിയാതെയായി. മേളയിലേക്കുള്ള തിരിച്ചുവരവ് എങ്ങനെ സവിശേഷമാക്കാമെന്ന ചിന്തയിൽ നിന്നാണ് ഈ ക്യാമറകൾ പിറവിയെടുക്കുന്നത്. അടുത്ത മേളയ്ക്ക് പുതിയ മിനിയേച്ചർ ക്യാമറകൾക്ക് പുറമെ ചലച്ചിത്ര താരങ്ങളുടെ ഛായാചിത്രങ്ങളും ഉൾപ്പെടുന്ന ഒരു സ്റ്റോൾ തന്നെ തുടങ്ങണമെന്നാണ് മോഹനന്റെ ആഗ്രഹം. ജനശ്രദ്ധ നേടിയ ഈ സംരംഭത്തിന് ലഭിക്കുന്ന അഭിനന്ദനങ്ങളാണ് തന്റെ ഏറ്റവും വലിയ പ്രചോദനമെന്നും മോഹനൻ പറയുന്നു. വരദ പ്രവീൺ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.